വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും എന്നതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ 20 എലമെൻറ്റുകൾ അല്ലേ, നമ്മുടെ കാൽഷ്യം വരെയുള്ള എലമെൻറ്റുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുമെന്നുള്ളത് പറഞ്ഞു. ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മളിത് എല്ലാവരുടെയും അല്ലെ ആദ്യത്തെ 20 പേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിരുന്നു. സോ അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ബാക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഉള്ളൂ എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ, അത് കേട്ടിട്ട് ഇനി വേറെ ടോപ്പിക്കുണ്ട് എങ്കിലും. അപ്പോൾ ഓക്കെ ആണല്ലോ, നിങ്ങൾക്കപ്പോൾ എല്ലാവർക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമല്ലോ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ അല്ലേ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന രീതി എങ്ങനെയായിരുന്നു, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രോണുകൾ ഒരു സബ്ഷെല്ലിൽ ഫില്ല് ചെയ്ത് പോകുന്നത് അവരുടെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അതായത് എനർജി കുറഞ്ഞ ആൾ ആദ്യം ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞ് എനർജി കൂടിയ ആൾ ഫില്ല് ചെയ്ത് പോകുന്നതാണ് രീതി എന്ന് പറയുന്നത്. ആ ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഓർഡർ എന്ന് പറയുന്നത്? ആദ്യം ഒന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് ഫില്ലാവും, അടുത്ത് രണ്ടാമത്തെ ഷെല്ലിലെ എസ് ഫില്ലാവും, അടുത്ത് രണ്ടാമത്തേതിലെ പി ഫില്ലാവും, അടുത്ത് മൂന്നാമത്തേതിലെ എസ്, അടുത്ത് മൂന്നാമത്തേതിലെ പി, അടുത്ത് മൂന്നാമത്തേതിലെ ഡി ഫില്ലാവും. അത് കഴിഞ്ഞിട്ട് നാലാമത്തേതിലെ എസ്, നാലാമത്തേതിലെ പി, നാലാമത്തേതിലെ ഡി, അത് കഴിഞ്ഞിട്ട് നാലാമത്തേതിലെ എഫ്. ഈ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഫില്ലിംഗ് നടക്കുന്നത്. ഇനി അതിൽ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺ, പിക്കകത്ത് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 6 ഇലക്ട്രോൺ, ഡിക്കകത്ത് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 10 ഇലക്ട്രോൺ, എഫിനകത്ത് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 14 ഇലക്ട്രോൺ. അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞാണ് പോകുന്നത്. അതായത് 1s2 ആദ്യം ഫില്ലാവും, അടുത്ത് 2s2, 2p6, 3s2, 3p6, 3d10, 4s2. ഇതെത്തുമ്പോൾ നിങ്ങൾ ചോദിക്കും, സാറെ കാൽഷ്യം എഴുതിയപ്പോൾ 4s അല്ലേ ആദ്യം എഴുതി? അത് ശരിയാണ്, അതിൽ ഫില്ലിംഗ് നടക്കുന്ന രീതിയാണ്, ഞാൻ എനർജിയുടെ ഓർഡറാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലുതായിട്ട് ഇങ്ങനെ എഴുതാതെ ഇത് നമുക്കൊന്ന് ചുരുക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ചുരുക്കി എഴുതുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ 21ാമത്തെ അറ്റോമിക് നമ്പർ വരുന്ന എലമെൻറ്റിനെ പറ്റി പറയാൻ പോവുകയാണ്. അതാണ് സ്കാൻഡിയം. സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ആദ്യം സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? 1s, അതിനകത്ത് 2 എണ്ണം വന്നു, അടുത്ത് 2s, അതിനകത്ത് 2 എണ്ണം വന്നു, അടുത്ത് 2p, അതിനകത്ത് 6 വന്നു, 10 എണ്ണം ആയിപ്പോൾ തന്നെ. അടുത്ത് 3sനകത്ത് 2 എണ്ണം, 3pക്കകത്ത് 6 എണ്ണം, 16 എണ്ണം ആയി. അടുത്ത് വരുന്ന ഏതായിരിക്കും? അടുത്ത് നമ്മൾ ഏതിലോട്ട് പോകും? അടുത്ത് നമ്മൾ നോർമലി പോകേണ്ടത്, നമ്മൾ എഴുതിയ ഓർഡറിലാണെങ്കിൽ 3Dയിലോട്ട് പോകണം, പക്ഷേ പോകുന്നത് എങ്ങോട്ടായിരിക്കും? 4sലോട്ടായിരിക്കും അല്ലെ, എങ്ങോട്ടായിരിക്കും? 4sലോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ എത്രയായി? 6 4 10, 16 18, 19 20 21, ഇനി 3 എണ്ണമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ 2s 2 എണ്ണം ഫില്ലായി. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? 3Dയിൽ ഒരെണ്ണം ഫില്ലാവുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4s എപ്പോഴും കംപ്ലീറ്റ്ലി ഫില്ലായിട്ട്, നമ്മൾ ആ ഓഫ് ബാർ പ്രിൻസിപ്പളിൻ്റെ ആ ഫിഗർ നമ്മളിങ്ങനെ എഴുതി പോയപ്പോൾ, ഇങ്ങനെ വരച്ച് പോയപ്പോൾ നമ്മൾ കണ്ടതാണ്, എനർജിയിൽ ആരാണ് മുന്നിൽ? 3D ആണ് 4sനേക്കാളും എനർജി കൂടുതൽ. സോ എനർജി കുറഞ്ഞ 4s ഫില്ലായിട്ട് 3D ഫില്ലാവും. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലുതായിട്ട് എഴുതാതെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഈ പറയുന്ന 21ാമത്തെ സ്കാൻഡിയം, ഈ സ്കാൻഡിയത്തിന് തൊട്ട് മുന്നേ ഉള്ള നോബിൾ ഗ്യാസ് ആരാണെന്ന് നോക്കുക. ഈ നോബിൾ ഗ്യാസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, അവരുടെ പ്രത്യേകത എന്താണ്? അവർ വളരെയധികം സ്റ്റേബിൾ ആണെന്ന് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ സ്റ്റേബിളായത്? അവർ സ്റ്റേബിളായ കാരണം അവരുടെ ഓർബിറ്റ് അല്ലെങ്കിൽ അവരുടെ ഷെല്ല് എന്ന് പറയുന്നതെല്ലാം എന്തായിരിക്കും? അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും അല്ലെ, അതെന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതായത് നമ്മൾ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമല്ലോ, 2 8 18 32 എന്ന് പറയുന്നത് നമ്മൾ സാധാ പണ്ട് പഠിച്ച കോൺഫിഗറേഷൻ. അതിലെപ്പോഴും എന്തായിരിക്കും? അവർ 8 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റിനകത്ത് ഫില്ല് ചെയ്യും, അതുകൊണ്ട് അവർ സ്റ്റേബിൾ ആവുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പോൾ മാറ്റമൊന്നും വരത്തില്ലല്ലോ. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എലമെൻ്റ് ഏതാണോ, ഇവിടുത്തെ കേസിൽ സ്കാൻഡിയം 21, അതിന് തൊട്ട് മുന്നേ ഉള്ള നോബിൾ ഗ്യാസ് ഏതാണെന്ന് നോക്കും. നോബിൾ ഗ്യാസ് ഏതൊക്കെയെന്ന് അറിയാമല്ലോ? ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. അപ്പോൾ 21ന് തൊട്ട് മുമ്പ് വരുന്ന ഏതായിരിക്കും? 18. 18ാമത്തെ ഈ പറയുന്ന നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? ആർഗൺ ആണ്.
അപ്പം ഞാനിവിടെ ആദ്യത്തെ 18 വരുന്ന ഇലക്ട്രോൺസ് വരുന്ന ഷെല്ലൊന്ന് നോക്കുകയാണെ. 1s 2 4 6 അല്ലേ, 6 12 2 18, ഇതാ ഇത്രയും ആൾക്കാർ. സോ ഇത്രയും ആൾക്കാർ ഞാൻ ഇങ്ങനെ നീട്ടി പിടിച്ച് എഴുതി റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് ഇവർക്ക് എല്ലാവർക്കും പകരം ആർഗൺ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റൂലേ? ഇത്രയും പേർക്ക്, അതായത് 18 വരെയുള്ള കോൺഫിഗറേഷൻ ആണുള്ളത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള 4s2ഉം 3d1ഉം ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്താൽ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ലെന്ന് മാത്രമല്ല, ഇത്രയും എഴുതുന്നതൊന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അപ്പോൾ വലിയ വലിയ എലമെൻറ്റുകളുടെ സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ആ പറയുന്ന ആളുടെ തൊട്ട് മുന്നേ ഉള്ള നോബിൾ ഗ്യാസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ നോബിൾ ഗ്യാസിനെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതിയിട്ട് അതിന് ബാക്കി വരുന്ന ആൾക്കാരെ മാത്രം ഇങ്ങനെ എഴുതി റെപ്രസെൻറ്റ് ചെയ്താൽ മതിയാകും. സമയലാഭം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തൊട്ടടുത്തൊരാളെയും കൂടി എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് നോക്കാം. ടൈറ്റാനിയത്തിനെ ഒന്ന് എഴുതി നോക്കാം. തൊട്ടടുത്ത ആളാണ് ആര്? ടൈറ്റാനിയം അല്ലേ, TI എന്ന് നമ്മൾ പറയുന്ന ടൈറ്റാനിയം. ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 22 ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുന്നിലായിട്ട് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരു പീരിയോഡിക് ടേബിൾ എടുത്ത് വെച്ചേക്കുന്നത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഈ അറ്റോമിക് നമ്പറുകളൊക്കെ ഒന്ന് പെട്ടെന്ന് നോക്കി ഒന്ന് ഫെമിലിയർ ആകാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നോക്കി, അറ്റോമിക് നമ്പർ 22. സാധാരണഗതിയിൽ എഴുതുന്ന കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1s2 2s2 2p6, 10 അല്ലേ. അടുത്ത് 3s2 3p6, എത്രയായി? 18. പിന്നെ വരുന്നത് എത്രയാണ്? 19 20 21 22, 4. 4s2, അത് കഴിഞ്ഞിട്ടേ 3d2 ആവുള്ളൂ. ഈ കാര്യം കാൽഷ്യം പറയുന്നത് ഓർമ്മയുണ്ടല്ലോ. ശരി, അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഇത്രയും ആൾക്കാർക്ക് പകരം എനിക്ക് വീണ്ടും ആർഗൺ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ബാക്കിയുള്ള 4s2ഉം 3d2 ഞാൻ കൊടുത്താലും ഇത് എന്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്? ഇത് ടൈറ്റാനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലും എനിക്ക് എന്ത് ചെയ്യാം? കോൺഫിഗറേഷൻ എഴുതാം. അതായത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കോൺഫിഗറേഷൻ തന്നിട്ട് ഇത് ആരുടെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആരുടെയൊക്കെ മിനിമം നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള നോബിൾ ഗ്യാസുകളുടെ ഈ പറയുന്ന അറ്റോമിക് നമ്പർ എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. റെഡോൺ വരെ ഒന്നും ചോദിക്കില്ല, മാക്സിമം ഒരു ആർഗൺ വരെ ഉള്ളതെങ്കിലും അറിയണം. അത് ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണെന്നും തൊട്ട് മുമ്പുള്ള നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 8 ആണെന്നും ഹീലിയത്തിൻ്റെ 2 ആണെന്നുള്ള ഐഡിയ എങ്കിലും ബേസിക്കലി നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ 18 പകരം ആർഗൺ എന്ന് എഴുതിയിട്ട്, അപ്പോൾ അതായത് നിങ്ങൾ ഇവിടെ വരെ ആർഗൺ എന്ന് ബ്രാക്കറ്റ് ഇടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 18 ആയി കഴിഞ്ഞു എന്നാണ്. ഓക്കെ, ആദ്യം നമ്മൾ എഴുതാനുള്ള 18 എണ്ണം വരെ ഉള്ളതായി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ 19 20 21 22 എഴുതി പോയാൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് വെനേഡിയത്തിൻ്റെ ഒന്ന് എഴുതി നോക്കാം. ഞാൻ വെനേഡിയത്തിന് എഴുതുമ്പോൾ ഞാൻ ഇതേ രീതിക്ക് എഴുതുകയാണ്. ഓക്കെ, ഞാൻ ആർഗൺ എഴുതി ഒരു ബ്രാക്കറ്റ് ഇട്ടു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം 18 ആയി. പിന്നെ എത്രയാണുള്ളത്? 19 20 21 22 23, 5 എണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഏതുവരെയായി? 4s വരെയായി അല്ലേ. ഇവിടൊക്കെ വ്യത്യാസം വന്ന് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെയല്ലേ. സോ നമ്മളടുത്ത് ആരെ എടുക്കും? 4s2 ആയി. അടുത്ത് 3dക്ക് 3 കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യും. സോ അതാണ് ഇവിടെ പറയുന്നത്. While writing the electronic configuration of element, the symbol of the noble gas presiding that element is shown with the square bracket followed by the electronic configuration of the remaining subshell. ഇങ്ങനെയും നമുക്ക് എഴുതാം. സോഡിയത്തിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോഡിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോഡിയം Na എന്ന് പറയും. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയാണ്? 11 ആണ്. അപ്പോൾ 11 തൊട്ട് മുമ്പ് നിങ്ങൾക്കറിയാം 8 എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ്. ഏതാണത്? നിയോൺ ആണ്. അപ്പോൾ ഞാൻ നിയോൺ എന്ന് എഴുതി ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ 8 ആയി. പിന്നെ എത്രയുണ്ട്? 9 10 11. 9 10 11 എങ്ങനെ എടുക്കാം? നമുക്ക് 9 10 11 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ 10 എണ്ണം 1s2 2s2 2p6 ചേരുമ്പോഴാണല്ലോ 10 ആവുന്നത്. അടുത്ത് വരുന്ന ഏതാ? 3s ആണ്. അപ്പോൾ ആ 3s ഇട്ടു, അതിൽ 1 കൊടുത്തു, നമുക്ക് എന്ത് ചെയ്തു? എഴുതി. അപ്പോൾ നോബിൾ ഗ്യാസുകളെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ 1-2 തവണ എഴുതി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുവരെ ഉള്ളതാണ് ഇതിനകത്ത് വരുന്നതെന്നൊക്കെ ഉള്ളത് വിത്ത് എക്സ്പീരിയൻസ് നമുക്ക് സെറ്റാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുവരെ ഉള്ളത് എല്ലാവരും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒരു എലമെൻറ്റിനകത്ത് ഞാനിവിടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ സ്കാൻഡിയത്തിനകത്താണെങ്കിൽ ആർഗൺ, പിന്നെ 3s2 3d1, ടൈറ്റാനിയം ആണെങ്കിൽ ആർഗൺ, പിന്നെ 4s2 3d2, അടുത്ത് 4s2 3d5. നിയമവും ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. ഇനിയാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കെമിസ്ട്രി എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നുള്ളൊരു വിഷയം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളടുത്ത് ഞാനിപ്പോൾ ഈ പറയുന്ന എലമെൻറ്റുകൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറയാം. നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും വരുന്നത്?
1s 2s 2p 3s 3p. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇപ്പോഴത്തെ നിലയ്ക്ക് 4s അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താണ് 3D എഴുതി പോകുന്നത് അല്ലേ? കാരണം നിങ്ങൾക്കറിയാം 4sന് 3Dയേക്കാൾ എനർജി കുറവാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചു. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു 2 ആൾക്കാർ കുറച്ച് പ്രശ്നക്കാരാണ്. ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോമിയവും കോപ്പറും. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ക്രോമിയവും കോപ്പറും ചെറിയ ഒരു വ്യത്യാസം കാണിക്കും. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അവന്മാർ ഈ പറയുന്ന നിയമം ഫോളോ ചെയ്യത്തില്ല. ഫോളോ ചെയ്യാത്തതിനൊരു കാരണമുണ്ട്. കാരണം നമുക്ക് നോക്കാം. ആദ്യം ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ക്രോമിയം അറ്റോമിക് നമ്പർ 24. നിങ്ങൾക്ക് ഇപ്പോഴത്തെ രീതി വെച്ച് നിങ്ങൾക്കറിയാം ആർഗൺ വരെ എഴുതാൻ നമുക്കറിയാം. ആർഗൺ വരെ 18. പിന്നെ എത്രയാണ് ഉള്ളത്? 19, 20, 21, 22, 23, 24. 6 ബാക്കിയുണ്ട്. അപ്പോൾ നോർമൽ രീതിയിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചു വെച്ച് നിങ്ങൾ 4s2 എഴുതും. അപ്പോൾ പിന്നെ എത്രയായി? 2 പോയി. പിന്നെ എത്രയാണ് ഉള്ളത്? 3D4 എന്ന് നിങ്ങൾ എഴുതി കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നു ഇതെന്താണ്? തെറ്റാണ്. ഒരു ക്രോമിയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റേബിൾ സബ്ഷൽ കോൺഫിഗറേഷൻ ഇങ്ങനെയല്ല. ക്രോമിയത്തിനൊരു വ്യത്യാസമുണ്ട്. ക്രോമിയത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഗറേഷൻ വരുന്നത് ആർഗൺ ഓക്കെ തെറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്തല്ല 4s ഫില്ല് ചെയ്യത്തില്ല. പകരം ആര് ഫില്ല് ചെയ്യും? 3Dയെ 5 ആയിട്ട് ഫില്ല് ചെയ്തിട്ട് ബാക്കി 4sൽ ഒരെണ്ണത്തിന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ ഇത്രയും നേരം എന്തോ പറയുന്നത്? മര്യാദയ്ക്ക് ആദ്യമേ ഇങ്ങനെയല്ലേ എഴുതിക്കൊണ്ടിരുന്നത്? അപ്പോൾ പറഞ്ഞു ഓഫ് ആ പ്രിൻസിപ്പിളാണ്, എനർജി ലെവലാണ്, N+L റൂളൊക്കെയാണ്, അത് വെച്ച് നോക്കുമ്പോൾ 4s ആവില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, നിങ്ങൾക്കുടെ സംശയം എല്ലാം ന്യായമാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 10. ഇനി ഈ ഇലക്ട്രോണുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആറ്റങ്ങളെ സംബന്ധിച്ച് 10ൻ്റെ പകുതി 5. അപ്പോൾ ഇതിൻ്റെ ഹാഫ്. ഈ ഹാഫ് ഫില്ല് ചെയ്യുന്ന ഓർബിറ്റുകൾക്ക് ഒരു പ്രത്യേക എന്തുണ്ട്? സ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു പ്രത്യേക എന്തുണ്ട്? ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. കൺഫ്യൂഷനായോ? വേറൊന്നുമല്ല, നോക്കടാ. നോർമൽ ലെവൽ ഓഫ് ഫില്ലിംഗ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. ആദ്യം ഈ പറയുന്ന 1s, അടുത്ത് 2s 2p, അത് കഴിഞ്ഞിട്ട് 3s 3p 3d, അത് കഴിഞ്ഞിട്ട് 4s നമ്മൾ എഴുതിയപ്പോൾ പറഞ്ഞു എന്താണ്? ഇവനേക്കാളും എനർജി കുറവ് ഇവനായതുകൊണ്ട് ഇവൻ ഫില്ലായിട്ട് ഇവൻ ഫില്ലാവും. ശരിയാണ്. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഡിയിൽ ഒന്നുകിൽ 10 അല്ലെങ്കിൽ അതിൻ്റെ പകുതി 5 വരുന്ന കേസ് വന്നാൽ 10 എണ്ണം എടുത്ത് ഇങ്ങനെ അലോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും തൊട്ട് മുമ്പത്തെ 3p വരെ ആയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ എണ്ണം ഫില്ല് ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്ന ആൾക്ക് 10 അല്ലെങ്കിൽ അതിൻ്റെ പകുതി 5 കിട്ടുന്നൊരു കേസ് വന്നാൽ അത് ഫില്ല് ചെയ്തിട്ട് എന്തിലോട്ട് പോവുള്ളൂ? 4sലോട്ട് പോവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ 10 എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ എത്തുന്നത് ഇഷ്ടമാണ് എപ്പോഴും. അതുപോലെ ഈ പറയുന്ന പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി ഫിൽഡും ഹാഫ് ഫിൽഡും അച്ചീവ് ചെയ്യാൻ ആറ്റത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. നോക്കിയേ, കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ഓഫ് D10 ആൻഡ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഓഫ് D5 ആർ മോർ സ്റ്റേബിൾ ദാൻ അതർ കോൺഫിഗറേഷൻ. മറ്റുള്ളവരെക്കാളും ഇതെന്താണ്? കുറച്ചുകൂടെ എന്താണ് ഈ പറയുന്ന പോലെ സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നോക്ക് D4s2o അല്ലെങ്കിൽ D9s2o വന്നാൽ, എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. വന്നാൽ അത് അങ്ങനെ ഫില്ല് ചെയ്യത്തില്ല. അത് D5s1 ആയിട്ടും D10s1 ആയിട്ട് ഫില്ല് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോയപ്പോഴത്തേക്കും ഇനി നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 4sൽ 2ഉം അതുപോലെ കഴിഞ്ഞ് 3Dയിൽ 4ഉം വന്നാൽ നോക്ക്, ഈ ഡിക്ക് ഇപ്പം 4 കിട്ടി. ഈ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡിക്ക് 4 കിട്ടി. ഇവിടുന്ന് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ ഡി എന്തായിട്ട് മാറും? ഡി ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലെത്തും. എന്തിലോട്ടെത്തും? ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലോട്ട് എത്തും. ഈ ഹാഫ് ഫില്ലിലോട്ട് എത്തുന്നത് എപ്പോഴും എലമെൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പോൾ അവൻ 4s പറയുന്നത് എന്താണ്? നീ ഇപ്പോൾ ഒന്ന് അവിടെ തന്നെ അടങ്ങി നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? നിൻ്റെ കയ്യിലുള്ള ഇങ്ങത്താ ഏത് 2 ഇലക്ട്രോൺ ഒന്ന് തന്നിട്ട് നമുക്ക് ആദ്യം 3Dയെ ഫില്ല് ചെയ്ത് 5 ആക്കിയിട്ട് ബാക്കിയുള്ള ഒന്ന് നിനക്ക് തരാമെന്ന് പറഞ്ഞ് ആറ്റങ്ങൾ ഈ രീതിക്ക് ഫില്ലിങ് നടത്തും. ഇനി ഇതേ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. D9 അതുപോലെ തന്നെ എന്താണ്
S2 D9 അല്ലെങ്കിൽ S2 കോൺഫിഗറേഷൻ വന്നാൽ അവിടെയും നോക്ക് ഈ എസിൽ നിന്ന് ഒന്നിനെ ഇപ്പുറത്ത് കിട്ടിയാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനോട്ട് എത്തും. ഡി ഓർബിറ്റലിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന കേസിൽ ആദ്യം ഡിയിൽ 10 ഫില്ല് ചെയ്തിട്ട് ബാക്കി എസിൽ 1 ആയിട്ട് കൊടുക്കുള്ളൂ. എക്സാമ്പിൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ആരുടെ കേസ്? ക്രോമിയത്തിൻ്റെ കേസ്. ഞാൻ ക്രോമിയത്തിൻ്റെ കേസ് ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ക്രോമിയം എന്ന് പറയുന്ന ആൾ, ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 24 അല്ലേ? എത്രയാണ്? 24 ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ നോർമൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർഗൺ ഞാൻ എഴുതുന്നു 18ആയി. പിന്നെ അടുത്ത് എന്താണ്? 4s2. അത് കഴിഞ്ഞിട്ട് 3d4 ആണ് വരേണ്ടത്. ഇതാണ് വരേണ്ടത്. പക്ഷേ ഇത് വരത്തില്ല. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞ കേസ്. ഏത് കേസ്? ഇവിടെ എഴുതി വെച്ചേക്കുന്ന സാധനം കണ്ടായിരുന്നോ? ഈ റൂള് കണ്ടായിരുന്നോ? നോക്ക്, D4s2 കേസ്. ഇവിടെ അത് തന്നെയല്ലേ? ഡിയിൽ 4 എസിൽ 2. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ ഫില്ല് ചെയ്യത്തില്ല, ഇതിനൊന്ന് മാറ്റും. അതായത് ആർഗൺ വരെ ഉള്ളത് നോർമലി ഫില്ല് ചെയ്തിട്ട് അടുത്ത് 4s ഫില്ല് ചെയ്യേണ്ടതിന് പകരം 3d ഫില്ല് ചെയ്ത് 5 ഹാഫ് കോൺഫിഗറേഷൻ ആക്കിയിട്ട് ബാക്കിയുള്ളത് ആർക്കെടുത്ത് കൊടുക്കും? 4sന് കൊടുക്കും. ഇനി ഇതേ കേസാണ് എവിടെയും ബാധകമാകുന്നത്. നമ്മുടെ കോപ്പറിൻ്റെ കേസിലും ആകുന്നു. അപ്പോൾ കോപ്പറിൻ്റെ കേസ് നമുക്ക് നോക്കാം. കോപ്പർ നോക്കണം. അറ്റോമിക് നമ്പർ എത്രയാണ് കോപ്പറിൻ്റെ? കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 29 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ എന്തായിരിക്കും? കോപ്പറിന് തൊട്ട് മുമ്പ് 18, അത് കഴിഞ്ഞിട്ട് പിന്നെ 32 വരും. അപ്പോൾ ആർഗൺ തന്നെയാണ് വരുന്നത്. ഇനി ആർഗൺ എന്ന് എഴുതുന്ന സംശയമുണ്ടോ? നമുക്ക് ഫുള്ളൊന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6. അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? അത് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? നമ്മളെ രീതിക്കാണെങ്കിൽ 4s2. അപ്പോൾ എത്രയായി? 10, 18, 20ആയി. ഇനി വേണ്ടത് 9 എണ്ണം. 3d9 എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന രീതി എഴുതുന്നത്. അപ്പോൾ ഇവിടെയും പ്രശ്നം വരുന്നത് ഇവിടെ രണ്ടാമത് കിടക്കുന്ന റൂള് D9s2 കണ്ടോ? ഡിയിൽ 9 എസിൽ 2. അപ്പോൾ ഇങ്ങനെ വന്നാൽ അടുത്ത പരിപാടി എന്താണ്? ഡിയെ നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കുന്നതാണ് എപ്പോഴും സ്റ്റെബിലിറ്റി കിട്ടുന്നതെന്നുള്ളത് കൊണ്ട് നമ്മളിതൊന്ന് മാറ്റും. അതായത് എന്തായിരിക്കും? ഇനി ആർഗൺ എന്ന് എഴുതി കാണിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇവിടെ വരെ ഉള്ളത് ആർഗണിൻ്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ ആർഗോണിൻ്റെ കോൺഫിഗറേഷൻ പ്ലസ് എന്താണ്? 3dയിൽ 10 കൊടുത്തിട്ട് ബാക്കിയുള്ള ഒന്നിനെടുത്ത് 4sന് കൊടുക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫില്ലിംഗ് നടക്കും. മനസ്സിലായോ? അപ്പോൾ നോക്ക്, ഇൻ ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയത്തിനും കോപ്പറിനും മാത്രം ഇത് പേടിച്ചാൽ മതി നിങ്ങൾ. The configuration with a half-filled D shell or completely filled D shell shows greater stability. So in these two cases, especially ഏതൊക്കെയാണ്? ക്രോമിയം ആൻഡ് കോപ്പർ, ഡി ഓർബിറ്റ് ഫില്ലായി കഴിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എസ് ഫില്ല് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ തന്നെ ചോദിക്കും. പേടിക്കേണ്ട, ക്രോമിയം കോപ്പർ തന്നെ എടുത്ത് തന്നെ ചോദിക്കും. കാരണം ഇതിൻ്റെ കോൺഫിഗറേഷൻ ഒരു എന്താണ്, നമുക്ക് ഈ പറയുന്ന ഒരു എക്സെപ്ഷൻ ആയതുകൊണ്ട് നമ്മളത് വ്യക്തമായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകണം. അത് ചോദിക്കും. അപ്പോൾ ക്രോമിയം കോപ്പറും പ്രത്യേകം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് എന്ത് ചെയ്യണം? പഠിക്കണം. സോ ഇവിടെ അതാണ് പറയുന്നത്. ഓക്കെ, പെക്യുലിയാരിറ്റി ഓഫ് ദ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ എന്ന് എഴുതി തന്നെ പഠിക്കണം. അതിൽ നമുക്ക് ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 വരുന്ന എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ ഇങ്ങനെ D4s2 ആണ് വരേണ്ടത്. പക്ഷേ അത് വരത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഡി അല്ലേ ആദ്യം എഴുതി, എസ് അല്ലേ ആദ്യം എഴുതേണ്ടത്? ഇത് ഓർഡർ എന്നേ ഉള്ളൂ, പേടിക്കേണ്ട. എഴുതുന്ന എനർജി ഓർഡറിൽ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാനിത് കൺഫ്യൂഷൻ വരാതിരിക്കണം, ഞാൻ മറ്റേ ഓർഡർ തന്നെ എഴുതുന്നത്. പക്ഷേ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ത് പറ്റും? D5 ആയിട്ട് 4s ഫില്ലാവുള്ളൂ. കോപ്പറിൻ്റെ കേസിലും അത് തന്നെ 29 വരും. അപ്പോൾ കോൺഫിഗറേഷൻ വരുന്നതനുസരിച്ച് കണ്ടോ, S2ഉം ഈ കളറ് കൊള്ളൂല്ലേ? കളറ് ഭയങ്കര കളർ. അപ്പോൾ എന്താണ്? എസ് എന്ന് പറയുന്നത് 2 ആയിട്ട് D9 നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ D9 നിൽക്കുന്നത് അല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും? എസ് എന്നുള്ള ഒരുത്തിന് ഇപ്പുറത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഡി എന്താവും? 10 ആക്കും, എസ് 1 ആയിട്ട് പോകും. ഇതാണ് സംഭവം. അപ്പോൾ എന്താണ് എൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. എന്താണ്? എ ഹാഫ് ഫിൽഡ് D5 അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡായ D10 മോർ സ്റ്റേബിൾ ആണ് മറ്റു കോൺഫിഗറേഷനെക്കാളും. സോ ഈ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി 1 ഇലക്ട്രോൺ ഫ്രം ദ 4s ഓർബിറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു ദ 3d. അതുകൊണ്ട് നമ്മൾ എന്ത് പറ്റും? ഇവിടെയുള്ള ഈ എസിലുള്ള ഒന്നിനെ ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് കൊടുക്കും? ഡിയിലോട്ട് കൊടുക്കും. അപ്പോൾ ഡിയിൽ 5 ആവും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിയിൽ 10 ആവും. സോ ക്രോമിയം ആൻഡ് കോപ്പർ ഹാവ് ആൻ അനോമലസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റ്. എഴുതി വെച്ചു. ഇവിടുന്ന് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വരുമ്പോൾ ഈ ചോദ്യം എടുത്തിടാനായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എപ്പോഴും ശ്രമിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ എഴുതുന്ന രീതികൾ ഇവിടെ തീരുകയാണ്.
ഇനി അടുത്ത് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ്, അത് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.